ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷാംപൂ മേക്കിംഗ് ആണ്. നമ്മുടെ ഫോമുലേഷൻ ഷാംപൂ ബേസ് ഇല്ലാതെ നമ്മൾ ഫോമുലേഷൻ വെച്ച് ഷാംപൂവിനെ നമ്മൾ മേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഉള്ളി നന്നായിട്ട് അതിൻ്റെ തൊലി ഉൾപ്പെടെ കണ്ടോ കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ഉള്ളിയുടെ തൊലിയും. ഇനിയും ഈ ഒരു ഉള്ളിയെ പകുതി നമ്മൾ മുറിച്ചെടുക്കുകയും വേണം. ഇപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഒണിയൻ മാത്രം വെച്ചിട്ടല്ല, വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൗഡേഴ്സ് നമുക്ക് വേണം. നമ്മളിപ്പോൾ ഹെർബൽ ടീ ആണ് ചെയ്യുന്നത്. പൗഡേഴ്സും കൂടെ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്കൊരു 1 ഗ്രാമോളം നമുക്ക് ഇതൊന്ന് ചെമ്പരത്തിയുടെയാണ്, ഞാൻ വീട്ടിലെടുത്ത് ഉണക്കി പൊടിച്ചതാണ്. ഇത് നമ്മളൊരു 0.5 ഗ്രാം എടുക്കുന്നുണ്ട്. നമുക്കെല്ലാം കൂടെ ഒരു 3 ഗ്രാമോളം എടുക്കണം. അപ്പം 5 ഗ്രാം ചെമ്പരത്തിയുടെ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുരിങ്ങ. നിങ്ങളറിയാം നമ്മുടെ മുരിങ്ങ അതിനെ ഉണക്കി പൊടിച്ചതാണ്. അപ്പം അതും നമുക്കൊരു 0.5. നമ്മളിപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു ഹെർബലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് മുരിങ്ങയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്, അതെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിടുന്നത് ആംല പൗഡറാണ്. ഇതറിയാലോ, നമ്മുടെ നെല്ലിക്കാപ്പൊടി, അതും ഒരു 0.5 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ഹെർബൽ ഷാംപൂ മേക്കിങ്ങിനാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് വേപ്പിൻ്റെ ആര്യവേപ്പില്ലേ, അതിൻ്റെ പൊടി ഒരു 1 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒരു 3.5 ഗ്രാംസ് എല്ലാം കൂടെ ആയിട്ടുണ്ട്. പൊടി ഇത്തിരി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ആര്യവേപ്പില, ചെമ്പരത്തി, നമ്മുടെ നെല്ലിക്കയുടെ പൗഡർ, ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ മുടിക്ക് നമ്മുടെ എന്താ പറയുക ഷാമ്പൂവിൻ്റെ ഒരു എഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത് തന്നെ നമ്മുടെ ഡാൻഡ്രഫ് റിമൂവൽ, നമ്മുടെ മുടിയുടെ തിക്നെസ്സസ്, നമ്മുടെ മുടിയിലുള്ള എക്സസീവായിട്ടുള്ള സ്കാൽപ്പിലുള്ള ഇച്ചിങ് എല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ഹെർബൽ ടീ അത്യാവശ്യമാണ്. നമ്മൾ ഇത് വെച്ച് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെ ബെനിഫിറ്റും അത്രമാത്രമാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഈ ഒരു പാനിനകത്തോട്ടിട്ടിട്ട് എല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഡബിൾ ബോയിലൊന്നും വേണ്ട, ഡയറക്റ്റ് ചെയ്താൽ മതി. കാരണം ഇത് ഹെർബൽ ടീ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമ്മളിതിനെ ഒരു 120 ml ആണ്, നമ്മൾ 200 ml ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഷാമ്പൂ. അപ്പോൾ നമുക്കൊരു 120 ml ഹെർബൽ ടീ വേണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൽ കൂടുതൽ ഡിസ്റ്റിൽ വാട്ടറാണ് വെള്ളമെന്ന് പറയുന്നത്. ഒരിക്കലും വേറെ ടാപ്പ് വാട്ടറോ അങ്ങനെയൊന്നും എടുക്കരുത്. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ ഒഴിച്ചോളുക. കാരണം എന്താ, നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയും. നമുക്കപ്പോൾ 120 നമുക്ക് കിട്ടിയാൽ മതി. നമ്മളിതിനെ ഡയറക്റ്റ് ബോയിൽ ചെയ്യാൻ വെച്ചു. നമ്മൾ ഉള്ളിയുടെ തൊലി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ളവരാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോസ്മെറ്റിക് ഫോമിലുള്ള ഷാമ്പൂ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സെയിലാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പർപ്പസ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, അത് വൃത്തിയായിട്ട് കേട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിത് തന്നെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കപ്പൊടിക്കുക, അതൊക്കെ ഇടാം. ഇപ്പോഴാണ് ഞാൻ ശംഖുപുഷ്പം ഇവിടെ ഇരുന്നത് ഓർത്തത്. അപ്പോൾ അതും ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 ശംഖുപുഷ്പം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല കളർ കിട്ടും വേണ്ടി. ഇതിനകത്ത് ഇടുമ്പോൾ വലിയ കളർ കിട്ടില്ല, എന്നാലും ശംഖുപുഷ്പത്തിൻ്റെ ഗുണം നമുക്ക് ഈ ഷാമ്പൂവിൽ ഹെർബൽ ടീയിൽ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2-3 ശംഖുപുഷ്പം കൂടി ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി അധികം നേരം ഇത് വെക്കണ്ട. നമുക്ക് ഇനി ഇതിനെ ഒരു 20 മിനിറ്റ്സ് ആറാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മളിതിനെ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കിനി മെഷർ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ മെഷർ ചെയ്യുന്ന EDT ആണ്. EDT നമുക്ക് എത്ര വേണം, എത്ര ഗ്രാമാണ് നമുക്ക് EDTക്കകത്ത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ഗ്രാമിനല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 200 ഗ്രാമിന് നമുക്ക് 0.4 mg വേണം. 0.4 mg EDT. ഇതാണ് നമ്മുടെ സ്റ്റെബിലൈസർ. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനെ ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ അപ്പിയറൻസും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ അതൊരു 0.4 mg നമ്മൾ എടുക്കണം. ഇത്തിരി കൂടി പോയിട്ടുണ്ട്, കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കും. ഓക്കെ, ഇപ്പോൾ 0.4 എത്തിയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ നന്നായിട്ട് ക്ലീനാക്കി സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓരോ പ്രോഡക്റ്റും എടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നിനും എടുക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിന് യൂസ് ചെയ്യുക. നമുക്ക് SE നമുക്ക് 20 mg ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 20 mg എടുക്കാം. കാരണം 200 mg അല്ലേ നമ്മൾ ചെയ്യുന്നത്, അതിന് 20 mg വേണം. SE എന്ന് പറഞ്ഞത് കോക്കനട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മുടെ എമൽസിഫയറുമാണ്. ഇത് അധികം ലാദർ തരത്തില്ല. ഇതിന് നമുക്ക് കുറച്ച് അധികം പത കിട്ടുന്ന ഒരു സാധനമല്ല SE. പക്ഷേ ഇത് നമുക്കിതിന് നമ്മുടെ പ്രോഡക്റ്റിന് എന്താ പറയേണ്ടത്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ലാദർ എടുക്കാൻ വേണ്ടിയും ഇത് നാച്ചുറലായിട്ടുള്ള എമൽഷൻ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ SE എടുക്കുന്നത്. അതൊരു 20. അപ്പോൾ SE എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാബിയാണ് എടുക്കേണ്ടത്. അത് നമുക്ക് എത്ര വേണം, 30 ml ആണ് വേണ്ടത്. ക്യാബിയാണ് നമുക്ക്
നമ്മുടെ പ്രോഡക്റ്റിന് കുറച്ച് ഇതും കോക്കനട്ടാണ്, ഇത് സർഫെക്റ്റൻ്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനും ലാദറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 30 ml വേണം. ഇനി അടുത്ത് നമ്മൾ ടയർ ചെയ്തിട്ടുണ്ട്. ഇനി PEG 150 ആണ്. കണ്ടോ, PEG 150 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ PEG 150 നമ്മൾ എന്താ യൂസ് ചെയ്താണ് നമ്മുടെ പ്രോഡക്റ്റിനെ തിക്കനാക്കുന്നത്. അപ്പോൾ നമുക്കിത് എത്ര വേണ്ടത്? 0.4. ഓക്കെ, നമ്മളത് ആഡ് ചെയ്തു. വേണ്ടത് ഒരു 10 gram ഗ്ലിസറിനാണ്. ഇത് ഹ്യൂമെക്റ്റൻ്റ് ആണ്. അപ്പോൾ ഗ്ലിസറിനും കൂടെ ഒഴിച്ചാൽ നമ്മുടെ മുടിക്ക് മോയ്സ്ചറൈസർ നിലനിർത്താനൊക്കെ നമുക്ക് ഗ്ലിസറിൻ യൂസ് ആവും. അപ്പോൾ നമ്മൾ അതും കൂടെ ഒരു 10 ഗ്രാമോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും മതി. അപ്പോൾ നമുക്ക് ഷാമ്പൂ മേക്കിങ്ങിന് നമുക്ക് എപ്പോഴും 2 ഫേസ് ആണുള്ളത്. ഒരു ഫേസ് എ ആൻഡ് സെക്കൻഡ് വൺ ഫേസ് ബി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് എയിൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ. പിന്നെ നമുക്ക് ഉള്ളതാണ് ഈ വാട്ടർ നമ്മൾ സെപ്പറേറ്റ് മാറ്റി ചെയ്തിരിക്കുന്നതല്ലേ, ഹെർബൽ വാട്ടർ. അപ്പോൾ അതും ഉള്ളതാണ് ഇതിനകത്ത്. ബട്ട് ഇത്രയാണ് വാട്ടർ, ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഫേസ് എയിൽ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. കാരണം ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ലംസുകളുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടി നമുക്കിനി ഡബിൾ ബോയിൽ ചെയ്യണം. അത് ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹെർബൽ ടീനെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തു നിന്നാണ് 120 ml വേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു തവണയും കൂടി ഇതിനെ 2 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം അതിലെ പൊടിയൊക്കെ മാറാൻ വേണ്ടി. എന്നിട്ട് ഞാൻ മെഷർ ചെയ്യുന്ന ആ ഒരു ഇതിനകത്തോട്ട്, ആ ഒരു വെസലിന് ഇതിനകത്തോട്ടാണ് ഇതിലാണ് ഞാൻ ഷാമ്പു എല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടൊരു 120 ml നമ്മുടെ ഹെർബൽ വാട്ടർ മെഷർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ 120 എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. ഞാൻ പക്ഷേ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഇതിന് ഡബിൾ ബോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ആഡ് ചെയ്യണേ. ഇതെല്ലാം ഒന്ന് ബ്ലെൻഡായി കിട്ടണം. അതിനാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡബിൾ ബോയിലിങ്ങിന് വെച്ചു, കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഇതിനെ. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ ഹെർബൽ വാട്ടറും നമ്മളെടുത്ത എല്ലാ പ്രോഡക്ട്സും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒത്തിരി ഇട്ട് നമ്മളങ്ങ് ഇളക്കണ്ട, ഒത്തിരി ഫോം ആക്കണ്ട. ബട്ട് ഇത് ഡബിൾ ബോയിലാകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവും. അപ്പോൾ മെൽട്ടായിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇത് കുറച്ചും കൂടെ ഒക്കെ മെൽറ്റ് ആകാനുണ്ട്. ഇതിനകത്ത് ഗ്രെയിൻസ് കൂടുതലുണ്ട്, അത് മെൽറ്റ് ആവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഫേസ് ബി ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് മെഷർ ചെയ്യും. ഇനി നമ്മളുടെ ഫേസ് ബി ഇൻഗ്രീഡിയൻറ്റ് ഫിനോക്സിയതനോൾ നമുക്ക് എത്രയാണ്? ഇതെന്താണ്? നമ്മുടെ പ്രിസർവേറ്റീവ് ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിനോക്സിയതനോൾ നമുക്ക് 2 gram വേണം. നമ്മുടെ പ്രോഡക്റ്റ് 200 ഉള്ളതുകൊണ്ട് 2 gram പ്രിസർവേറ്റീവ് എടുക്കണം. ഈ ഫിനോക്സി മാത്രമായിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലോങ് ലൈഫ് കിട്ടണമെങ്കിൽ, നമുക്ക് സെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ സോഡിയം ബെൻസോനേറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു 1.5 year വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് സോഡിയം ബെൻസോനേറ്റ് ആണ്. ഇതൊരു 1 gram നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഒഴിക്കുന്നതാണ് പോളികോട്രിയം 7. ഇത് 7 to 10 വരെ നമുക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത് 7 തൊട്ട് നമുക്ക് മേലോട്ട് 7 വരെ തൊട്ടുള്ളത് നമുക്ക് ബേബീസിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. 7, 10 ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ബേബീസിനും അഡൽട്ടിനും ഒക്കെ യൂസ് ചെയ്യാം. താഴോട്ടുള്ളത് നമുക്ക് അവൈലബിൾ അല്ല ഇപ്പോൾ. അപ്പോൾ ഇത് പോളികോട്രിയം നമുക്ക് എത്ര വേണം? ഇതാണ് കണ്ടീഷനിങ് ഏജൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് കിഡ്സിന് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. അപ്പം നമുക്ക് പോളികോട്രിയം നമുക്കൊരു 4 gram ആണ് വേണ്ടത്. 4 gram നമുക്ക് മെഷർ ചെയ്ത്. ഞാനത് ഒഴിച്ചപ്പം ഇത്തിരി എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടീഷനിങ് ഏജൻറ്റാണ്. അപ്പം നമ്മൾ ഇതിനെ മെഷർ ചെയ്ത് മാറ്റി. അപ്പം ഇനി നമുക്കിതിനകത്തോട്ട് ഒഴിക്കേണ്ടത് നമുക്ക് എക്സ്ട്രാക്റ്റുകളാണ്. എന്ത് എക്സ്ട്രാക്റ്റാണ് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഹിബിസ്കസിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് നമുക്കൊരു 3-4 തുള്ളി മതി. ഒരു 1 gram ആണ് പറയുന്നത്. നമുക്കൊരു 3-4 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിക്ക് എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ മെഷർ ചെയ്ത് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോളുക. ഇതൊഴിക്കുന്നത് ഞാൻ ബ്രിങ്കരാജിൻ്റെ ലിക്വിഡ് എക്സ്ട്രാക്റ്റ് ആണ്. അതും ഒരു 3-4 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ മുടിക്ക് നല്ല കണ്ടീഷനിങ്ങും എല്ലാം കൂടെ നമ്മുടെ മുടിക്ക് ഗ്രോത്ത് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് മാറ്റി. ഇപ്പോൾ നമ്മൾ വാട്ടർ ബാത്ത് കഴിഞ്ഞ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫേസ് ബി ആഡ് ചെയ്യേണ്ടത് കൂളിംഗ് ഫേസ് എന്നും പറയും ഫേസ് ബീനെ. അപ്പോൾ ഇതൊന്ന്
ആറിയതിന് ശേഷം ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് ഫിനോക്സിയഥനോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ, മുടിക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ഓയിൽ ലൈക്ക് ഏതാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. അത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മുടിക്കൊക്കെ ആയിട്ടാണ്. പിന്നെ ഒരു നീമിൻ്റെ എസെൻഷ്യൽ ഓയിലുണ്ട്, അപ്പം ഞാൻ അതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. എസെൻഷ്യൽ ഓയിൽ എപ്പോഴും 5 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്താൽ മതി. നമുക്ക് മുടിക്ക് ഇത് നീമിൻ്റെ തന്നെ എസെൻഷ്യൽ ഓയിലാണ്, ഈ കളറാണ്. അപ്പോൾ ഒരു 5 to 6 ഡ്രോപ്സ് മതി നമുക്ക്. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് നമ്മുടെ ഇഷ്ടത്തിനുള്ളത് യൂസ് ചെയ്യും. ഞാൻ പെപ്പർമെൻറ്റിൻ്റെ സ്മെല്ലും ഒഴിക്കണം. ഇത് ഹെർബൽ അല്ലേ, അപ്പോൾ അത് നമ്മൾ കുറച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കാരണം ഇതിനകത്ത് നീം എസെൻഷ്യൽ ഓയിലിൻ്റെ കളറാണിത്. എസെൻഷ്യൽ ഓയിലിന് ഈ കളറിലാണ് നമുക്ക് നീം കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ മിക്സ് ചെയ്ത് ബോട്ടിലോട്ട് മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷാമ്പൂ റെഡിയാവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷാമ്പൂ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് നേരത്തെ മിക്സ് ചെയ്ത എല്ലാ പ്രോഡക്റ്റും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബ്ലെൻഡ് മീൻസ് നമ്മുടെ സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിനെ ബോട്ടിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 12 to 24 hours റെസ്റ്റ് ചെയ്തതിന് ശേഷം ബോട്ടിലോട്ട് മാറ്റിയാലും മതി. പക്ഷേ ക്ലീൻ ട്രാപ്പ് വെച്ച് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒരു 24 hours കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷാമ്പൂ ആയാലും ഫേസ് വാഷ് ആയാലും എന്തായാലും കോസ്മെറ്റിക് ഫോർമുലേഷൻ ചെയ്യുന്നത് എന്തായാലും ഒരു 24 hours വെച്ചതിന് ശേഷം യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ബ്ലെൻഡ് ആക്കിയതിന് ശേഷം ഞാനിപ്പം അതിനെ നേരെ തന്നെ ബോട്ടിലോട്ട് അങ്ങ് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിൻ റാപ്പ് വെച്ച് ചെയ്തതിന് ശേഷം 24 hours കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെ ബോട്ടിലോട്ട് മാറ്റാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ യൂസ് ചെയ്യുന്ന എപ്പോഴും 24 hours കഴിഞ്ഞ് യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബോട്ടിലും കൂടെ ഒഴിക്കാം. അപ്പം നമുക്കിപ്പോൾ 2 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോമൊക്കെ ഒന്ന് താന്നതിന് ശേഷം മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് 100 ഗ്രാമിൻ്റെതാണ്. അപ്പം 100 ഗ്രാമിൻ്റെതായതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ചും കൂടെ കൂടുതലേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ബോട്ടിലും ഒരു ഹാഫ് ബോട്ടിലൂടെ നമുക്കിതിന് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോം കാണിച്ചു തരാം. കണ്ടോ, നല്ല പതയാണുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലാസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് അതിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതിന് ബോട്ടിൽസ്, ലിപ് ബാം ബോട്ടിൽസ്, അങ്ങനെ ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സെയിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.